ഒരു വേട്ടക്കാരന്റെ ക്യാമ്പിലേക്ക് അതിക്രമിച്ച് കയറി അതിന്റെ കണ്ണി കാണുന്നതെല്ലാം അടിച്ച് തകർക്കുകയാണ് കേട്ടോ ഈ കടുവ. എന്നാലും എന്തിനായിരിക്കും ഈ പരിപാടി ഈ കടുവ കാണിക്കുന്നത്? എടാ, ഈ കടുവയ്ക്ക് നേരെ 2 ദിവസം മുൻപ് ഒരു വേട്ടക്കാരൻ വെടിയുതിർക്കുക. വെടികൊണ്ടതും കരഞ്ഞുകൊണ്ട് ഈ കടുവ കാട്ടിലേക്ക് ഓടി മറയുകയും ചെയ്തു. ആ സമയത്ത് ശരിക്കും നമ്മുടെ വേട്ടക്കാരൻ വിചാരിച്ചെന്തുവാ, വെടികൊണ്ട കടുവയുടെ കഥ കഴിഞ്ഞായിരിക്കുന്നു. പക്ഷെ വെടികൊണ്ട കടുവ പകപൂണ്ട് അവന്റെ മണം പിടിക്കുകയായിരുന്നു. അയാൾ നടന്നു പോവിന് പിറകെ ഈ കടുവ അയാളെ ഫോളോ ചെയ്യാൻ തുടങ്ങി. ഒടുവിൽ പ്രതികാരദാഹിയായ കടുവ ആ ക്യാമ്പ് കണ്ടെത്തുകയും കണ്ണി കണ്ടതെല്ലാം അടിച്ച് തകർക്കുകയും ചെയ്യും. ഈ അതിക്രമങ്ങളെല്ലാം ഈ കടുവ കാണിക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ അവിടെ വേട്ടക്കാരനില്ല. പുള്ളിക്കാരെ വേട്ടയാടാൻ പോയ സമയത്താണ് ഈ അതിക്രമങ്ങളൊക്കെ ഈ കടുവ കാണിക്കാൻ നോക്കണം. ഇത്രത്തോളം അതിക്രമങ്ങൾ കാണിച്ചിട്ടും അതിന്റെ ആ ഒരു ദാഹം അല്ലെങ്കിൽ പ്രതികാര ദാഹം തീരുന്നില്ല. അത് കാത്തിരിക്കാൻ തീരുമാനിച്ചു. എപ്പോഴെങ്കിലും ആ വേട്ടക്കാരൻ തന്നെ നേരിട്ട, തന്നെ വെടിവെച്ച ആ വേട്ടക്കാരൻ എപ്പോഴെങ്കിലും തിരിച്ചു വരുമെന്ന ലക്ഷ്യത്തിൽ അല്ലെങ്കിൽ ആ ഒരു പ്രതീക്ഷയിൽ ഈ പുലി ഉണ്ടല്ലോ, ഈ കടുവ ഇങ്ങനെ പമ്മി അവിടെ ഇങ്ങനെ കാത്തിരിക്കുക. കാത്തിരുന്നതും ഒരു 1.5 കാത്തിരിപ്പ, 2 ദിവസമൊക്കെ കാത്തിരുന്നത്. എൻ്റെ അമ്മോ, അത്രത്തോളം പ്രതികാരം ഉണ്ടായിരിക്കും. 2 ദിവസം കാത്തിരുന്നതും ദേ വരുന്നതാ വേട്ടക്കാരൻ. വേട്ടക്കാരൻ വന്നതും ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നതിന് മുമ്പ് തന്നെ കടുവ പതുങ്ങുന്നത് ഒളിക്കാനല്ല കുതിക്കാനെന്ന് പറയുന്നത്. കുതിച്ചു ചാടി ഓൺ ദ സ്പോട്ടിൽ ആ വേട്ടക്കാരൻ്റെ കഥ കഴിച്ചെന്നാ പറയുന്നത്. ഇവിടെ ശരിക്കും നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ? ഈ കടുവ എന്തിനാണ് ആ വേട്ടക്കാരനെ ആക്രമിച്ചത്? ആഹാരത്തിന് വേണ്ടിയാണോ? അല്ല, പിന്നെ എന്തിനു വേണ്ടിയാ? പ്രതികാരത്തിന് വേണ്ടി. വെറുതെ കിടന്ന ഒരു കടുവയുടെ അണ്ണാക്കിലിട്ട് വെടിവെച്ചിട്ട് പോയവരെ കടുവ പതുങ്ങിയിരുന്ന് തീർത്ത കഥയാണ് നിങ്ങൾ കേട്ടെ. ഇതിൽ നമുക്കെന്താ മനസ്സിലാവുന്നേ? ദയവ് ചെയ്ത് ഒരാളുടെയും കാര്യങ്ങളിലേക്ക് വെറുതെ അങ്ങോട്ട് പോയി കാലെടുത്ത് വെക്കാൻ നിൽക്കരുത്. ചിലപ്പോൾ ഈ കടുവയുടെ സ്വഭാവമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ പതുങ്ങിയിരുന്ന് കഴുത്തിനിട്ട് വെട്ടുവരും. അതുകൊണ്ട് സ്വന്തം കാര്യം നോക്കി ഒരാൾക്ക് ഉപദ്രവവും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ സ്വന്തം കുടുംബത്തെ നോക്കി സമാധാനത്തെ പീസായിട്ട് ജീവിച്ചു പോകണം കേട്ടോ.